ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള പരാമർശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി എന്ന് വിശുദ്ധ ഖുർആനിൽ ആഹ്വാനം ചെയ്ത സ്ഥിതിക്ക് അതിന്റെ തഫ്സീർ പരിശോധിച്ചാൽ എവിടെയൊക്കെ അള്ളാഹുവിനെ പറയപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ അള്ളാഹിന്റെ ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പറയപ്പെടുന്നുണ്ട് എന്നാണ്. ആര് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആദം നബി അലൈഹിസ്സലാം സ്വർഗീയ കവാടങ്ങളിൽ കണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ വാക്യത്തിന്റെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇനി ബാങ്കാവട്ടെ, ഇഖാമത്താവട്ടെ, അത്തഹിയ നിസ്കാരമാവട്ടെ, ഖുതുബയാവട്ടെ, എവിടെയും അള്ളാഹുവിനെ പറയപ്പെടുന്ന സ്ഥലത്തൊക്കെ അള്ളാഹിന്റെ റസൂലിനും പറയപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു എന്ന് ചോദിക്കപ്പെട്ട സമയത്ത്? കാരണം മുഹമ്മദ് എന്ന പേര് അബ്ദുൽ മുത്തലിബിന്റെ പൂർവ്വപിതാക്കളിൽ ഇല്ലല്ലോ. അത് ലോകത്തുള്ള സർവരും ആദരിക്കാൻ വേണ്ടി, അഭിനന്ദിക്കാൻ വേണ്ടി, സ്തുതിച്ചു പറയാൻ വേണ്ടി മുഹമ്മദ് എന്ന് പറഞ്ഞ സ്തുതിക്കപ്പെടുന്ന ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്തുതിക്കാൻ പാടില്ല എന്ന് പറയുന്നവർക്ക് മറുപടി ആ വിശുദ്ധ നാമം തന്നെയാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ ഹമ്മദ എന്നതിന്റെ ഇസ്മു മഫ്ഊലാണ് മുഹമ്മദ്. പ്രകീർത്തിക്കപ്പെടുന്നവൻ, പ്രകീർത്തിക്കപ്പെടേണ്ടവൻ എന്നുള്ള അർത്ഥമാണ്. ഇനി ഖബറിൽ ചെന്നാലും അവിടെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പരാമർശം. സ്വർഗത്തിലെത്തിയാലും അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ നാമം അവിടെ കാണും. സഹാബത്ത് പാടിയിട്ടുണ്ടോ, സഹാബത്ത് പറഞ്ഞിട്ടുണ്ടോ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മദിനം ആഘോഷിച്ചു എന്നതിന് തെളിവ് ഫീ ഉലിത്തു എന്ന ഹദീസ് തന്നെയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അവർ വിശദീകരിച്ചു കഴിഞ്ഞു. സഹാബത്ത് ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും അവിടത്തെ പ്രകീർത്തിച്ചത് ഹദീസിന്റെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇമാമുൽ ബുഖാരി റഹ്മഹുല്ലാഹ് തന്റെ സഹീൽ ഉദ്ധരിക്കുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശക്ക മഅറൂഫുൻ മിനൽ ഫജ്രി സാtiu അറാനൽ ഹുദാ ബഅദൽ അമാ ഫാ ഖുലൂബുനാ ബിഹി മൂഖിനാത്തുൻ അന്നമാ ഖാല വാഖിഉ യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദാ ഇസ്തസ്ഖലത് ബിൽ മുശ്രികീനൽ മലാജിഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകീർത്തിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പാടുകയാണ്. തന്റെ ആസ്ഥാന കവി എന്ന പേരിൽ അറിയപ്പെട്ട സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലായിക്കൊണ്ട് 60 വർഷവും ജാഹിലിയത്തിലായിക്കൊണ്ട് 60 വർഷവും അങ്ങനെ 120 വർഷം ജീവിക്കാൻ അള്ളാഹു ദീർഘായുസ് നൽകിയ മഹാനാണ്. എത്രമാത്രം കവിതകളാണ് മഹാനവറുകൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പാടിയിട്ടുള്ളത്. വലമ്മല്ലിലാഹു ഉസ്മൻ നബിയ്യി ഇല ഇസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദീനു അഷ്ഹദു വശഖ്ഖാ ലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. 5 നേരം മുഅദ്ദിൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയുമ്പോ ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓരോ നിമിഷത്തിലും ബാങ്കുലി മുഴങ്ങുകയാണ്. എന്തുമാത്രം വലിയ പ്രകീർത്തനമാണെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുന്നു. മഹാനായ സയ്യിദുനാ കഅബ് ബിൻ സുഹൈർ ബിൻ അബീ സുൽമാ റളിയല്ലാഹു അൻഹു ചരിത്ര പ്രസിദ്ധമായ ബാനത്ത് സുആദ് എന്ന് പറയപ്പെടുന്ന, അതിനാണ് ശരിക്ക് ഖസീദത്തുൽ ബുർദ എന്നറിയപ്പെടുന്നത്. കാരണം ഈ പാട്ട് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താൻ അണിഞ്ഞ ഷാള് അണിയിച്ചുകൊണ്ട് കവി ആദരിക്കുകയുണ്ടായി. കുല്ലുബിനി ഉൻസാവൈൻ ത്വലത്ത് സലാമത്തുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്ബാ മഹ്മൂലു ഉംബിതു അന്ന റസൂലല്ലാഹി ഔഅദനി വൽ അഫു ഇൻദ റസൂലില്ലാഹി മഅമൂലു മഹലൻ അദഅക അല്ലദി അഅതാക നാഫിലതൽ
ഖുർആനി ഫിഹാ മവാഇദുൻ വതഫ്സീലു ലാ തഖുദന്നി ബിഅഖ്വാലിൽ മുശാത്തി വലം ഉദ്നിബ് വലൗ കസുറത് അനിൽ കാവീലു ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്ന് തുടങ്ങുന്ന ചരിത്ര പ്രസിദ്ധമായ വരികള്. മറ്റൊരു സഹാബിയാണ്, നമ്മൾ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞു, ഇർതഖബതു അലൽ ഖത്താ ഗൈറ അസ്രിൻ വഅദദി ലാ കശ്കു ഫിഹി യാ സയ്യിദി ഖൈറൻ നബി ആശിഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിശ്ഫായ് ചെയ്യുന്നത് അത് സഹാബത്ത് പഠിപ്പിച്ചതല്ലേ? മഹാനായ സയ്യിദുനാ സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു മറ്റൊരു കവിയാണ്. ഫഅശ്ഹദു അന്നല്ലാഹ ലാ ശൈഅ ഗൈറു വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി വഅന്നക അദിനൽ മുർസലീന വസീലതൻ ഇലല്ലാഹി യബ്നൽ അക്രമീനൽ ലതായിബി വകുല്ലി ശഫീഅൻ യൗമ ലാ ദു ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ അൻ സവാദ് ബിൻ ഖാരിബി. അത് തന്നെയല്ലേ നമ്മളെ മങ്കൂസ് മൗലിദിലുള്ള ആ വരികളിലും എവിടെയാണ് ശിർക്ക് വരുന്നത്, എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ് മനസ്സിലാക്കാത്ത ആളുകളിൽ നിന്ന് മാത്രമേ ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടാവുള്ളൂ. മഹാനായ സയ്യിദുനാ അമ്മു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ദീർഘമായ കവിതയാണ്. മിൻ ഖബിലിഹാ തിബ്ത ഫിൽ ളിലാലി വഫി മുസ്തൗദഇൻ ഹൈസു യുഖ്സഫുൽ വറഖു ثم هبت البلاد لا بشر أنت ولا ملغة ولا علق بل نطفة تركب السفينة وقد ألجما نسرا وأهله الغرق. തുടങ്ങിയ കവി നബി തങ്ങളുടെ മറ്റൊരു അമ്മായ അബൂ താലിബ്, ലാമിയത്തു അബീ താലിബ് എന്നുള്ള പേരിൽ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയുള്ള മഹാനായ ബുഖാരി ഇമാം തന്റെ സഹീൽ അതിൽപ്പെട്ട വരികൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. നുഖീമു അലാ നസ്രിൻ നബിയി മുഹമ്മദി നുഖാതിലു അൻഹു ബിൽളുബാ വൽ അവാസിലി വനുസ്ലിമുഹു ഹത്താ നുസറഉ ലഹു വനദ്ഹലു അൻ അബ്നാഇനാ വൽ ഹലായിലി വഅബിയ യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി തിമാൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി. മഹാനായ സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഓർഡർ ഉണ്ട്, എന്നെ കാണുന്ന സമയത്ത് അനറബികൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ, അവരുടെ രാജാക്കന്മാരെ കാണുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ എന്നെ കാണുന്ന സമയത്ത് നിങ്ങൾ എന്നെ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല, എന്നെ അങ്ങനെ നിങ്ങൾ ആദരിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിൽ അത് വിനയത്തിന്റെ ഭാഷയിൽ പറഞ്ഞതാണ്. അതേ സമയത്ത് മഹാനായ സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ആഗമന സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരവ് പ്രകടിപ്പിച്ചപ്പോ നബി തങ്ങൾ അതിനെക്കുറിച്ച് നേരത്തെ ഞാൻ നിങ്ങളോട് വിരോധിച്ച കാര്യമല്ല, നബി തങ്ങൾ ഒരു കാര്യം വിരോധിച്ചാൽ അത് ശറയിൽ നിഷിദ്ധമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കവിതയിലായിക്കൊണ്ട് നിമിഷ കവിയാണ്. ഖിയാമി ലിൽ ഹബീബി അലയ്യ ഫർളു, ഈ പ്രിയപ്പെട്ട നബി തങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ എനിക്ക് നിർബന്ധമാണ്. വതർകുൽ ഫർളി മാ ഹുവ മുസ്തഖീമു, ഒരു നിർബന്ധ കാര്യം ഉപേക്ഷിക്കൽ ശരിയല്ലല്ലോ. അജിബ്തു ലിമൻ ലഹു അഖിലുൻ വഫഹ്മു, ബുദ്ധിയും വിവേകമുള്ള ഒരാളെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുന്നു. യറാഹാദൽ ജമാല വലാ യഖൂമു, ഈ സൗന്ദര്യത്തെ കണ്ടിട്ട് എഴുന്നേറ്റ് നിൽക്കാത്തൊരവസ്ഥ നമുക്കത് തന്നെയാണ് പറയാനുള്ളത്. ഇത്തരത്തിൽ അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വരുമ്പോ, ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോ അവിടത്തെ ഒന്ന് പ്രകീർത്തിക്കാൻ മനസ്സ് തുറക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഈമാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളായ സഹാബത്തിനോട് പിന്തുടർന്നുകൊണ്ട് ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും ഒക്കെ തന്നെ അവിടത്തെ പ്രകീർത്തിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ സാലിം ഫൈസി കൊളത്തൂർ വിശാദം നടത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.